അല്ല അനുമോളും എല്ലാം വിളിച്ചായിരുന്നു അനീഷേട്ടാ. അനീഷേട്ടനെ പോലെ അനുമോളും ഹാപ്പി ആയിരുന്നു പറഞ്ഞു. അനീഷേട്ടന് 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ വേറൊരു സന്തോഷം, ഒരുപാട് സന്തോഷം. നിഷയുടെ ബൈ, അടുത്ത സ്ഥലത്ത് കാണാം കേട്ടോ. നീ എവിടെ പരിപാടി എടുത്തു? മൈജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അത്രമാത്രം കേരളത്തിലും പുറത്തൊക്കെ ആഴ്ന്നിറങ്ങിയ ഒരു ബ്രാൻഡാണ് മൈജി എന്ന് പറയുന്നത്. അപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അത്രമാത്രം വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് മൈജി. അപ്പം മൈജിയിലൂടെ മൈജി നടത്തിയ കോണ്ടസ്റ്റിലൂടെ ബിഗ് ബോസിലേക്ക് എത്താൻ പറ്റിയതും അത് കഴിഞ്ഞും മൈജിയായിട്ട് തുടർന്നും സഹകരിക്കാൻ പറ്റുന്നതും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് മൈജി ഓഫർ ചെയ്തിട്ടുള്ള മൊബൈൽ വാങ്ങാനാണ്. അപ്പോൾ അതെ, ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ നമ്മളെ ഒരു കോംബോ ഓഫറും പറഞ്ഞിട്ടില്ല, ഒരു കോംബോ ഓഫർ ഹോം അപ്ലയൻസ് വീട്ടിലേക്ക് അത് ആയിട്ടില്ല. നമ്മൾ പ്രൊഡക്റ്റ് നമ്മൾ 59 സിംഗിൾ ഡേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ആനിവേഴ്സറിയുടെ ഒരു വലിയൊരു ഹൈലൈറ്റിൻ്റെ ആയിരുന്നു. അത് നമ്മൾ കസ്റ്റമർക്ക് പ്യൂർലി കസ്റ്റമർക്ക് അതാണ് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അതൊരു വലിയൊരു സംഭവമായിരുന്നു. അതൊരു ഹൈലൈറ്റിൻ്റെ ആയിരുന്നു നമ്മുടെ ആനിവേഴ്സറി. അപ്പോൾ ഇവിടെ പൂത്തോളിലുള്ള മൈജിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വഴി കൂടെ ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട്. അതുപോലെ മുന്നേ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇവിടേക്ക് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി മൈജിയുടെ ഒരു കോണ്ടസ്റ്റ് വഴിയാണ് ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്തുന്നത്. അപ്പം ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മൈജിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഒരു വലിയൊരു സന്തോഷം. പിന്നെ ഇപ്പോൾ മൈജിയുടെ 20ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് അതിലേറെ സന്തോഷം. അപ്പോൾ ഈ ഒരു മൈജിയുടെ മാനേജറാണ്. അപ്പോൾ ഈ 20ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷനെ കുറിച്ചൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ചെയ്യാം.